സിന്തറ്റിക് രാസലഹരി മാഫിയകളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് ലയോള സ്കൂളിൽ വെച്ച് നടന്നു. സംസ്ഥാനത്ത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടിയുമായി ഓപ്പറേഷൻ തൂഫാൻ നർക്കോ ഹണ്ട് പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം സിറ്റി പോലീസ് ഓഫീസർ മെറിൻ ജോസഫ് IPS നിർവഹിച്ചു. പ്രതികളുടെ ഏജ് നോക്കുമ്പോൾ 25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരായിരിക്കും. ഈ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ്സ് സോ പെർവേസീവ്, സോ വൈഡ് സ്പ്രെഡ്. പലർക്കും ഇത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ടാണോ, അവര് ഈ ഒരു പാത്ത് പർപ്പസ്ലി ചൂസ് ചെയ്യുന്നതാണോ, എന്താണെങ്കിലും ആസ് എ സൊസൈറ്റി നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴും അതിന്റെ ദോഷങ്ങളെ കുറിച്ചും അതിന്റെ ഹാർംഫുൾ എഫക്ട്സിനെ കുറിച്ചും പിന്നെ ദ ഡേഞ്ചേഴ്സ് ഓഫ് ടേണിംഗ് ടു എ ലൈഫ് ഓഫ് ഡ്രഗ്സ് അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു പബ്ലിക് ഡിസ്കോഴ്സ് എപ്പോഴും ഇതിനെക്കുറിച്ച് ഉണ്ടാകണം. നോട്ട് ഈവൻ ഫോർ എ മിനിറ്റ് വി കാൻ അഫോർഡ് ടു ഫർഗെറ്റ് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ്സ്. കോഴിക്കോട് ജില്ലയിൽ സ്കൂൾ പ്ലാൻ ഡ്രഗ് ക്യാമ്പയിനും തുടക്കമായി. 175 സ്കൂളുകളിൽ മരം നട്ട് ബോധവൽക്കരണം നടത്തി. സ്കൂളുകളുടെ 500 മീറ്റർ ചുറ്റളവിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരിമുക്ത മേഖലകളാക്കി നിലനിർത്തുന്നതിനുമായി വിവിധ പ്രവർത്തനങ്ങളും ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ടുഡേ കേരള. Shopping Weddings, the bridal legacy.